താങ്ക് യു. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട് ജില്ലയില് കൊല്ലംകോട് എന്ന പ്രദേശം. കൊല്ലംകോട് നെന്മേനി പറയും. ഓക്കെ, അപ്പൊ ഇന്ന് എന്നെ പെർഫോം ചെയ്യുമ്പോൾ വോയിസ് ആണോ അതോ? വോയിസ് ഉണ്ട്, സ്പോട്ട് ഡബ് ഉണ്ട്. നമുക്ക് ആദ്യം ഏതാണ് അപ്പൊ കേൾക്കേണ്ടത്? വോയിസ് കേൾക്കണോ സ്പോട്ട് ഡബിങ് ചെയ്യണോ? വോയിസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ആദ്യം നമ്മുടെ പ്രകാശ് രാജ് സാർ. ஓகே. ஏலா நான் பயத்தளத்துல பாக்குறீங்களா? கோரிக்கை பக்கத்துக்காக லைசன்ஸோட 15 கிலோ பெட்டி வருது வீட்டுல வச்சிருக்கேன். உருட்டி வீசுனா ஊரே காலி ஆயிடும். நான் எப்ப வேணா திறந்தவல, ஏன்னா ஏப்பந்தா கட்டவன் என்ன பெத்தம்மா நல்லவல. 18 கோடின்னா 18 கோடி செலவழிச்சு கிடைக்காத படவைய 10 பைசா பேப்பர்ல தூக்கி எறிஞ்சிட்டு போயிட்டான் அந்த செலத்துறை. அவத்தான் மனுஷன். சூப்பர் சூப்பர் நைஸ். நீ അടുത്തത് നടികർ തിലകം ശിവാജി ഗണേശൻ സാർ. ஓகே. பரிதாபத்துக்குரிய என் வாழ்க்கையில படையெடுத்து வைக்க உன் கைக்கு கிடைச்சது காதல்ங்கிறது அதை புனிதமான வளர்தானா? அதை வச்சாட்டி என்ன வீழ்த்திட்டேன். ஐயோ லதா, ஆசை வளர்த்தி கண்ண கெட்டினது, எங்கூட ஆடி பாடினது அத்தனையும் நடிப்பா? ஏன் சொல்லுலதா நடிப்பா? സൂപ്പർ സൂപ്പർ. അടുത്ത തമിഴ് തന്നെയാണോ? അതെ, അടുത്ത തമിഴ്. ഓക്കെ, ആരാണ്? തമിഴിലെ കോമഡിയൊക്കെ ചെയ്യുന്ന ജനകരാജ് എന്ന ജനകരാജ് സാർ. ഓക്കെ ശരി. பாப்புல ஒன்று சொல்கிறோம், நல்லா கேட்டுக்கணும். இல்லையறப்பா, எந்தெல்லாம் பைய பாத்தியா? நீ எல்லாருக்கும் கல்யாணத்தை பண்ணி வச்சுட்டு நீ மட்டும் அனாதையா தனியா வந்து உட்காந்துட்டு இருக்கியோ, அதே மாதிரி நானும் வந்து உட்காந்துட்டு இருக்கோம். സൂപ്പർ സൂപ്പർ. ഇനി നമ്മൾ അടുത്തത് തന്നെയാണ്. കഴിഞ്ഞു സ്പോട്ട് ഡബിങ്. അപ്പൊ കഴിഞ്ഞു എന്നല്ല, ഇനി അടുത്ത നമ്മൾ സ്പോട്ട് ഡബിങ്. ബാക്കിയിലും പെർഫോമൻസ് നമുക്ക് കാണാം. தினம் வெளிய போவையில பயந்து போய் வரணுமாடே. அதுக்குதான் அதாண்ட கூட்டு வச்சு கொள்ளல பிள்ளைங்களா உன்னை ஒருத்தனை கொள்ளலான்னு கூப்பிட்டு அவரை உட்கார வச்சு அவளுக்கு டீ கொடுத்து, ஐயா சாமி அவனை கொல்ல போகிற அந்த பெருமைச்சுக்கிட்ட ஒரே ஆள் நீ தான். அதுக்கு பதிலாக நீ என்கிட்ட டீ எல்லாம் பெரிய மனுஷனு உன்னை கொள்றதுக்கு 4 கிலோமீட்டர் காத்திருந்த பாரு என்ன சொல்லணும். ஏய் இருடா, உனக்கு ஒரு 2 மினிட் டைம் தரேன். എന്നെ കൊണ്ടിട്ട് ഉണ്ണി ഉങ്കാളുകളെ കാപ്പാത്തിക്കും. എൻ്റെ വീട്ടിൽ എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ കൊന്നുകളി സാർ. അതിനകത്ത് എനിക്ക് ഒരു സെൻറ്റിമെൻറ്റ്സും ഇല്ല. ഞാനത് ചെയ്തിരിക്കും. കാരണം അതെൻ്റെ എൻ്റെ മക്കൾ എൻ്റെ കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. അപ്പം പ്രൊട്ടക്റ്റ് ചെയ്യും. ആ കോൺഫിഡൻസാണ് ജോർജ് കുട്ടി കൊടുക്കുന്നത്. കണ്ണപ്പ ചെട്ടിയാർ പാവം കവി, ரொம்ப நல்லவன், நல்லவனுக்கு நல்லவன், ஏமாத்த நினைச்ச க்ளோஸ் பண்ணிடுவேன். நீ வேறேன்னு சொல்லிக்க போறேன்னு சொல்லிக்க, எனக்கு அதை பற்றி கவலை இல்லை. அந்த பொண்ணு எனக்கு தான். ஏமாராஜம் வந்தாலும் நான் கொடுக்க மாட்டேன். அதுக்கு எவ்வளோ வேணும்? முகநக நட்பது நட்பன்று, என்னை வெல்ல எதிர்ப்பவன் எவன் என்று. பிசினஸ் பேசலாமா? ஓஃபர் க்ளோசஸ் சூன். നന്നായിട്ടുണ്ടായിരുന്നു. സ്പോട്ട് ഡബിങ്ങും സൂപ്പർ ആയിരുന്നു. താങ്ക് യു. അപ്പൊ ഞാൻ ചെറിയൊരു പണി അങ്ങോട്ടേക്ക് തരട്ടെയോ? എന്താണ്? ഗംഭീരമാകുമ്പോഴത്തേക്കും ഞാൻ വെറുതെ ഇരിക്കുമ്പോ ഒരു തിരുമറി. ഡയലോഗ് ഏതാന്നുള്ളത് കേൾക്കാവേ. ഡയലോഗ്. നേരാ തിരുമിനി, ഈ പച്ചൻ പള്ളിക്കുടിച്ച് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 ഡയലോഗ് പ്രത്യേകം കിട്ടിയല്ലോ. ഇതിനി ആരുടെ വോയിസ്? പേടിക്കണ്ട, സിമ്പിളാ. വിനായകൻ ചേട്ടന്റെ വോയിസില് വിനായകൻ ചേട്ടൻ്റെ വോയിസ് ചെയ്യണം. ഈ ഡയലോഗ് വിനായകൻ ചേട്ടനാ പറയുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമുക്കിനി കേൾക്കേണ്ടത്. ട്രൈ ചെയ്ത് നോക്കാം. നോ ഇഷ്യൂസ്. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. അമ്മയ്ക്ക് കയറിപ്പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിൻ്റെ 2 തുണ്ടാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിലേക്ക് പോകുമ്പോൾ എനിക്കന്ന് 9 വയസ്സ്. കഴിവുമ്പത്തുന്ന അപ്പൻ്റെ ശവശരീരമായിട്ട് ഇത് കണ്ട ഈ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോൾ കള്ളപ്പന്നി. എനിക്കന്ന് 10ാമത്തെ പെരുന്നാളാ. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. അടിപൊളിയായിരുന്നു. താങ്ക് യു. എന്തായാലും നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. ഇക്ക മഹേഷ്. ഓ ഇക്ക ഗംഭീരമായിരുന്നു മഹേഷ്. താങ്ക് യു ഇക്ക. ഈ കൊല്ലങ്കോട് പാലക്കാടിന് അങ്ങനെ ചേർന്ന് കിടക്കുന്നതിന്റെ പേരിൽ തമിഴ് നല്ല ഫ്ലുവൻ്റാണ്. തമിഴ് ഇങ്ങനെ മണി പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളെ സംബന്ധിച്ച് മലയാളവും തമിഴ് 2 ലാംഗ്വേജ് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഭാഗ്യവാന്മാരാണ് അല്ലേ? താങ്ക് യു. അതെ, തമിഴ് സ്റ്റാർസിന്റെ കൃത്യമായിട്ടുള്ള തമിഴ് സ്റ്റാർസ് നന്നായിട്ട് സ്റ്റാർസിന്റെ എല്ലാം ഈ വോയിസ് എടുത്തിട്ട് കാര്യമില്ല. അതേ
സ്ലാങ്ങിൽ അതേ ഫ്ലുവൻസിയിൽ നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നതിൻ്റെ അതൊരു ടെമ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് മറ്റൊരു ഭാഷക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. അതൊരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും ഗോൾഡൻ ചാൻസ് ആണത്. യുവർ ലക്കി. താങ്ക് യു. ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ചേട്ടാ മഹേഷ്, ആ എനിക്ക് മഹേഷിനെ അറിയാം, ഇന്നും തകർത്ത് കളഞ്ഞു. താങ്ക് യു. ഗംഭീരായി, അടിപൊളി. താങ്ക് യു. താങ്ക് യു. മഹേഷ് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അത് കറക്റ്റായിട്ട് കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത കുട്ടിയും കോലുമിന്റെ ലൊക്കേഷൻ കൊല്ലങ്കോട്. നല്ല രസമായിട്ട് എന്തായാലും പെർഫോം ചെയ്തു. എനിക്ക് സ്പോട്ട് ഡബ്ബാണ് കൂടുതൽ ഇഷ്ടമായത്. കാരണം ഒരേ ഇതിൽ തന്നെ നിന്നിട്ട് അത്രയും വ്യത്യസ്തമായിട്ടുള്ള ആക്ടേഴ്സിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അത് എന്താ പറയുക, ഒരു ചെറിയ സമയം പോലും ഇല്ല അടുത്തയിലേക്ക് മാറാൻ വേണ്ടി. അത് കൃത്യമായിട്ട് മഹേഷ് അത് ചെയ്തു എന്നുള്ളതാണ്. ഇനിയും കാണണം, ഇനി ഇതുപോലത്തെ ഉഗ്രം പെർഫോമൻസുമായിട്ട് വരണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ലിയോണ, ഭയങ്കര രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ സ്പോട്ട് ഡബ് ബാക്ക് ടു ബാക്ക് ചെയ്യുന്നത് ഐ ഡോണ്ട് നോ, ഒരു ബ്രെത്തിൻ്റെ ഒരു ഗ്യാപ്പ് പോലും ഉണ്ടായിരുന്നില്ല തോന്നുന്നു ടു പ്രിപ്പയർ ഫോർ ദി അതർ വൺ. അത് അങ്ങനെ ഒരു ഫ്ലോയിൽ വന്നത് ഇറ്റ്സ് അൺബിലീവബിൾ ഫോർ മീ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം.